നമ്മുടെ ക്ലാസ് ആരംഭിക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞൊരു വാക്ക്, തഹ്സീനുൽ ഹുറൂഫ് വ മഅരിഫത്തുൽ വുഖൂഫ് എന്ന നാമം ഒരിക്കലും മറക്കാൻ പാടില്ല. നമ്മുടെ മെയിൻ സബ്ജക്റ്റ് ആണ് തഹ്സീനുൽ ഹുറൂഫ്. ഇതിന്റെ ഭാഗമായി നാം നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ള അറബിയിലെ 28 അക്ഷരത്തിന്റെ ഒറിജിനൽ ശൈലിയും ഉച്ചാരണ രൂപവും അതിന്റെ ഉത്ഭവ സ്ഥാനവും എല്ലാം നാം മനസ്സിലാക്കി. ഇനിയും കഴിഞ്ഞിട്ടില്ല. ആ അക്ഷരങ്ങളിൽപ്പെട്ട വളരെ ഇമ്പോർട്ടന്റ് ആയ ചില അക്ഷരങ്ങൾ കൂടിയാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ശ്രദ്ധിക്കുക. ഇന്ത്യൻ ഭാഷകളിൽ തന്നെ കാണാൻ കഴിയാത്ത ഒരുപാട് അക്ഷരങ്ങൾ അറബി അക്ഷരങ്ങളിൽ കാണാം. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ചില അക്ഷരങ്ങളെ എടുത്തുകൊണ്ട് അതിനെ ഒരു വിശകലനം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ശ്രദ്ധിക്കുക. ഒന്നാമത്തെ അക്ഷരം ഹുറൂഫുൽ ഇസ്തിഅലാ. ഹുറൂഫുൽ ഇസ്തിഅലാ അല്ലെങ്കിൽ ഹുറൂഫു തഫ്ഖീം. ഹുറൂഫു തഫ്ഖീം എന്ന് രണ്ട് പേരിലും അറിയപ്പെടുന്ന 7 അക്ഷരങ്ങളുണ്ട്. ഈ 7 അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ ചുണ്ട് അല്പം കോട്ടിയാണ് സംസാരിക്കേണ്ടത്. അല്പം മുന്നോട്ട് കൂർപ്പിച്ച് സംസാരിക്കണം. അതുപോലെ ഈ 7 അക്ഷരം ഉച്ചരിക്കുമ്പോൾ വായ നിറയെ ഉച്ചരിക്കണം. പോരാ, നാവ് ഉയർത്തുകയും ശബ്ദം കൂടുകയും ചെയ്യണം. ശബ്ദത്തോടു കൂടി നാവ് ഉയർത്തി വായ നിറയെ ചുണ്ടൽപ്പം കൂർപ്പിച്ച് സംസാരിക്കേണ്ടതാണ്. ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളാണ് ഈ 7 അക്ഷരങ്ങൾ. യഥാർത്ഥത്തിൽ നാവ് ഉയർത്തി സംസാരിക്കുമ്പോൾ തന്നെ വായ നിറയും. ഒന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വിശദീകരിച്ചത്. നോക്കൂ, ഈ അക്ഷരം എങ്ങനെ ഉച്ചരിക്കാം? ഉണ്ടോ? വായ നിറഞ്ഞു, അതോടൊപ്പം ചുണ്ടൽപ്പം കൂർപ്പിച്ചു. ഇതിനെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഈ വാക്കുകൾ നമുക്ക് ഉച്ചരിക്കാം. അതോടുകൂടി രണ്ട് സ്വാദ്. സ്വാഇദ യസ്അദു. സ്വാഇദ യസ്അദു. മൂന്ന് ദ്വാദ്. ദ്വാദ്. ضرب يضرب. ضرب يضرب. طار يطير. طار يطير. ظلم يظلم. ظلم يظلم. غين غضب يغضب. غضب يغضب. قاف قال يقول. قال يقول. ഈ രൂപത്തിലാണ് ഈ അക്ഷരങ്ങളെ ഉച്ചരിക്കേണ്ടത്. ഇതേപോലെ തന്നെ ഹുറൂഫുൽ ഹൽഖ്, തൊണ്ടയിൽ നിന്നും ഉച്ചരിക്കുന്ന ചില അക്ഷരങ്ങൾ, 6 അക്ഷരങ്ങൾ. ഇതിന് ഹുറൂഫുൽ ഹൽഖ് എന്നും ഹുറൂഫുൽ ഇൽഹാർ എന്നും 2 പേരാൽ അറിയപ്പെടുന്നു. നോക്കൂ, ഒന്നാമത്തെ അക്ഷരം ഹംസ്. ഹംസ്. ഈ ഹംസിന് ഫതഹ കസ്റ ലമ്മ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഉച്ചാരണം അ ഇ ഉ എന്നാണ്. ഇതിനെ ഒറ്റയ്ക്ക് ഉച്ചരിക്കുമ്പോൾ ഹംസ് എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ അക്ഷരം ഹംസ്. അക്കല യഅകുലു. അക്കല യഅകുലു. ഹ. ഹാജറ യുഹാജിറു. ഹാജറ യുഹാജിറു. ഐൻ അലിമ യഅലമു. അലിമ യഅലമു. ഹ. ഹഫിള യഹ്ഫളു. حفظ يحفظ. غين غفر يغفر. غفر يغفر. خرج يخرج. خرج يخرج. അപ്പോൾ ഈ 6 അക്ഷരവും
ഈ 7 അക്ഷരവും ഉച്ചരിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അധിക ആളുകൾക്കും ഉച്ചരിക്കാൻ വിഷമമുള്ള ചില അക്ഷരങ്ങളാണ് ഇത്. കാരണം ഇന്ത്യൻ ഭാഷകളിൽ തന്നെ ഇതിൽ അധിക അക്ഷരം കാണാൻ സാധ്യമല്ല. അതുകൊണ്ട് ഇത്തരം അക്ഷരങ്ങൾ ഉച്ചരിക്കുന്നത് തഹ്സീനുൽ ഹുറൂഫിന്റെ ഭാഗമാണ്. നമ്മുടെ മറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ നമ്മുടെ ആദ്യത്തെ സബ്ജക്ട് ഇതാണ് തഹ്സീനുൽ ഹുറൂഫ്. ഇത് ഒരിക്കലും മറക്കാതെ അതിന്റെ രൂപത്തിൽ തന്നെ ഉച്ചരിച്ചെങ്കിൽ മാത്രമേ അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തിലെ ഒരു അക്ഷരം ഓതിയാൽ അതിൽ 10 ഹസനത്ത് കൂലി നമുക്ക് ഓഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ അക്ഷരങ്ങളും അതാതിന്റെ രൂപത്തിൽ ഉച്ചരിച്ചെങ്കിൽ മാത്രമേ അള്ളാഹു ഓഫർ ചെയ്ത ആ പ്രതിഫലം ലഭിക്കുകയുള്ളൂ എന്ന് ഈ അവസരത്തിൽ